കാര്യം ചെയ്യാം, നാളെ തൊട്ട് കരോൾ സംഘങ്ങളെല്ലാം BJPയുടെ മാരാർജി ഭവനിൽ വന്ന് രജിസ്റ്റർ ചെയ്യാം. ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് കരോൾ നടത്തുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടെ വരാം. അപ്പൊ ഷോൺ ജോർജ് എന്ത് ചെയ്യും? ഈ പുതിയ മാരാർജി ഭവൻ വലിയ മാരാർജി ഭവനാണ്, അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളാം. അവിടെ ഒരു ഹോളിൽ ഈ കരോളിന് പോകുന്ന സംഘങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഷോൺ ജോർജിന്റെ വക ട്രെയിനിങ്, പാട്ട്, എങ്ങനെ പാട്ട് പാടണം, എങ്ങനെ ഡാൻസ് കളിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് നിങ്ങൾ സംഘടിപ്പിക്കുക. അതിൽ പങ്കെടുത്തിട്ട് പോകാം. ഷോൺ ജോർജിനെ പോലെയുള്ള മുന്നമാരെ ക്രിസ്ത്യൻ സമൂഹം കാത്തിരിക്കണം, അവരെ ഭയപ്പെടണം. അവരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവസാനം ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിലും വന്നിരുന്ന് ചോറുണ്ടിട്ട് ഏറ്റവും അവസാനം ക്രിസ്തു എടുത്തു കൊടുക്കുന്ന ആ അപ്പമുണ്ടല്ലോ, എന്റെ ശരീരമാകുന്നു രക്തമാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ വിരുന്ന്, ആ അന്ത്യാത്താഴം വിരുന്നും കഴിച്ചിട്ട് പോയിട്ടാണ് ക്രിസ്തുവിനെ ഒറ്റിയത്. അതേപോലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അടിവേരിറക്കുന്ന രീതിയിൽ ഒറ്റുന്ന മുന്നമാരാണ് ഷോൺ ജോർജ് അടക്കമുള്ളത്. ഫാദർ പോൾ തേലക്കാട് കൂടിയുണ്ട്. ഫാദർ, RSSന്റെ വിചാരധാരയിൽ തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരെല്ലാം ആഭ്യന്തര ശത്രുക്കളാണ് എന്ന്. അതായത് ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന സംഘപരിവാറുകാർ തന്നെയാണ് രാജ്യവ്യാപകമായി പലയിടത്തും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത്. പക്ഷെ നോക്കൂ, കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിളിച്ചു ചേർത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിരുന്നിൽ ക്രിസ്മസ് ആഘോഷത്തിൽ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്നത് കണ്ടു. ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തു പോലും കാണില്ല, അത് അറിയിച്ചോ എന്നതുപോലും നമുക്കറിയില്ല. എന്നിട്ടും ഈ രീതിയിൽ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായി, ഇന്നും ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകും. ദിവസം 2 ക്രൈസ്തവർക്ക് നേരെയെങ്കിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും നേരം വെളുക്കാത്തത് ആർക്കാണ് ഫാദർ? വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സംഘടിതവും ആസൂത്രിതവുമായി നടത്തുന്ന ആക്രമണങ്ങളാണ്. ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ആക്രമണം ഉണ്ടായി. എന്തുകൊണ്ട് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അടുത്ത കാലത്ത് RSSന്റെ മേധാവി പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യയുടെ ഭരണഘടന മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവം മാറ്റിത്തരാമെന്നാണ്. ആ മാറ്റലിൻ്റെ ആ അഴിച്ചുപണിയുടെ ആരംഭമാണ് കാണിക്കുന്നത്. ഇത് 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തുക. ഈ ക്രിസ്ത്യ സമൂഹത്തെ മുഴുവൻ ഭയപ്പെടുത്തി ഭയത്തിൻ്റെ നിഴലിൽ അക്രമം നടത്തുന്ന അക്രമപരമായ നടപടികൾ കൊണ്ട് അവരെ ഭയപ്പെടുത്തി അടിച്ചൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുത്വയുടെ വളരെ തീവ്രമായ ഒരു മുഖമാണ് ഇവർ കാണിക്കുന്നത്.